ഇങ്ങോട്ട് വന്നപ്പോൾ ചൂട് കപ്പയും മീൻകറി കഴിക്കാനായിട്ട് ഒരു ആഗ്രഹം കേട്ടോ. അപ്പോൾ രാത്രിയാണെന്നും നോക്കിയില്ല, ഞാൻ വാങ്ങിക്കൊണ്ട് വന്നായിരുന്നു. ഞാൻ എന്നിട്ട് ഫസ്റ്റ് ചെയ്യുന്നത് വെച്ചാൽ രാവിലെ എന്നത്തെ പോലെ തന്നെയാണ് വന്നിട്ടൊരു ചായ കുടിയാണ് കേട്ടോ. ഫസ്റ്റ് എനിക്ക് ചായ കുടിച്ചാൽ ബാക്കി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഞാൻ വന്നിട്ട് എന്നും ജോലിക്ക് പോയിട്ടൊന്നും ഞാൻ ചായ കുടിക്കും. ആ ചായ കുടിച്ച് കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ അടുക്കളയിലോട്ട് കയറുന്നത്. അപ്പം ഒരു 2 മിനിറ്റൊക്കെ ഇരിക്കത്തുള്ളൂ കേട്ടോ, എനിക്ക് അത്ര ടൈമൊക്കെ കിട്ടത്തുള്ളൂ. ഞാനപ്പോൾ അത് കഴിഞ്ഞിട്ട് എന്താണോ ഫുഡ് ഞാൻ ഉണ്ടാക്കുന്നത് അതിൻ്റെ പുറകിൽ നിന്നായിരിക്കും. അപ്പം ഞാനിങ്ങനെ കപ്പയൊക്കെ കട്ട് ചെയ്യുന്നുണ്ട്. ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് അത് ഇളക്കിയെടുക്കാനുള്ള ആ ഒരു പരുവത്തിന് വേണ്ടിയിട്ടാണ് ചെറുതായിട്ട് കട്ട് ചെയ്യുന്നത്. കപ്പയിലേക്ക് ഞാൻ എന്നിട്ട് അത് കുക്കറിലാണ് വെക്കുന്നത് കേട്ടോ. കുക്കറിൽ ഒരു 2 വിസിലാകുമ്പോൾ തന്നെ കപ്പ ഒന്ന് സെറ്റായി വരും. അപ്പം പിന്നെ നമുക്ക് അധികം ഉടച്ചൊന്നും എടുക്കേണ്ട കാര്യമൊന്നുമില്ല. അതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ ഉപ്പും കുറച്ച് കറിവേപ്പിലയും കൂടിയിട്ട് മിക്സ് ചെയ്തെടുക്കുമ്പോഴേക്കും കപ്പ സെറ്റാവും. പിന്നെ അതിനുശേഷം ഞാൻ മീൻ കറി വെക്കാനായിട്ട് വറുത്തരച്ചാണ് വയ്ക്കുന്നത്. അപ്പോൾ കുറച്ച് തേങ്ങ ചിരകി എടുത്തായിരുന്നു. ചിരകി എടുത്തത് അത് പാലിട്ട് നന്നായിട്ടൊന്ന് വറുക്കുന്നുണ്ട് കേട്ടോ. അതൊരു കുറച്ചൊരു 2 മിനിറ്റ് വറുത്തതിന് ശേഷം ഞാൻ അതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടിയും തേങ്ങയും കൂട്ടിയിട്ട് നന്നായിട്ട് വറുക്കുമ്പോഴേക്കും നല്ലൊരു മണം വരും കേട്ടോ. അതിനോടൊപ്പം ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കും. ഈ മഞ്ഞൾപ്പൊടിയും തേങ്ങയൊക്കെ വറുത്തതിന് ശേഷം ആ ഒരു വന്നതിന് ശേഷം മാത്രമേ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാവേ. എങ്കിൽ ഇതെല്ലാം ചേർന്നിട്ട് ഒരു നല്ലൊരു മണമായിരിക്കും. അപ്പം ഞാൻ അത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കും. നമ്മളിപ്പോൾ ഒഴിക്കുന്ന വെളിച്ചെണ്ണ മാത്രമേ ഉള്ളൂ. പിന്നെ അതിനുശേഷം നമ്മൾ എണ്ണയൊന്നും ഉപയോഗിക്കാറില്ല. ഞാൻ മീൻകറിയിൽ ഉപയോഗിക്കാറില്ല കേട്ടോ, എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്. അതിനുശേഷം ഞാൻ കുറച്ച് അതിലോട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടിയും മല്ലിപ്പൊടിയും കുറച്ച് ഉലുവ പൊടിച്ചതും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. അതിന് പച്ച മണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ചൂടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇത് ഒരു ബ്രൗൺ കളറിലായിട്ടുണ്ട്. ഇതാണ് കേട്ടോ ഇതിന്റെ പരുവം. അപ്പൊ നമുക്ക് ആ ഒരു മണം അറിയാമല്ലോ. അപ്പം അധികം കരിഞ്ഞു പോകാതെ നമ്മളൊരു പാകത്തിന് തന്നെ എടുക്കണം. ഞാൻ ആ സമയം കൊണ്ട് മീനൊക്കെ വൃത്തിയാക്കിയായിരുന്നു. മീനൊക്കെ കട്ട് ചെയ്ത് വൃത്തിയാക്കിയതിന് ശേഷം കുറച്ച് ടൊമാറ്റോ കട്ട് ചെയ്ത് ഇടുന്നുണ്ട്. അതിനോടൊപ്പം ഞാൻ കുറച്ച് പച്ചമുളകും പിന്നെ ഇടുന്നത് എന്താണെന്ന് വെച്ചാൽ മിരിങ്ങയ്ക്കായിരുന്നു കേട്ടോ. മിരിങ്ങയ്ക്കയും കൂടി വാങ്ങിക്കൊണ്ട് വന്നായിരുന്നു. മിരിങ്ങയ്ക്കയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം മിരിങ്ങയ്ക്കയുടെ ഒരു മണമുണ്ട്. ഒരു ചൂര മീനൊക്കെ വെക്കുന്ന സമയത്ത് മിരിങ്ങയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഞാൻ വറുത്ത് വെച്ചിരിക്കുന്ന മസാല അതിനോടൊപ്പം ചേർക്കുന്നുണ്ട്. മസാല ചേർക്കുന്ന വെച്ചാൽ ഞാൻ പൊടിച്ചാണ് എടുക്കുന്നത് കേട്ടോ, അരച്ചല്ല, പൊടിച്ചാണ് എടുക്കുന്നത്. ഈ പൊടിച്ചെടുത്ത് ഈ ഒരു പരുവത്തിനായിരിക്കും ഞാൻ ഇതിലോട്ട് മിക്സ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ പുളി കുറച്ച് നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ആ പുളി വെള്ളം ഒഴിച്ചു കൊടുക്കും. എല്ലാം കൂടി മിക്സ് ചെയ്യുന്നുണ്ട്. കുറച്ച് പച്ചവെള്ളം കൂടി ഒഴിച്ചാണ് മിക്സ് ചെയ്യുന്നത്. അതിലോട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, നമുക്ക് എത്രയാണോ നമ്മുടെ ആ പാകത്തിനുള്ള ഉപ്പ് അതാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഞാൻ സ്റ്റൗവിലോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ പാകത്തിന് അത് വെച്ചിട്ട് പോകും. ഞാൻ വെച്ചത് സിമ്മിൽ വെച്ചിട്ടാണ് പോയത്. എനിക്കൊന്ന് കുളിക്കണമായിരുന്നു. അപ്പോൾ ആ ടൈം ആകുമ്പോഴേക്കും അത് റെഡിയാവുമെന്ന് എനിക്കറിയായിരുന്നു. മീൻ കട്ട് ചെയ്യാനുള്ളത് കാരണം കുളിച്ചില്ലായിരുന്നു വന്നിട്ട്. അപ്പോൾ അത് കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് മീനിൻ്റെ നല്ല മണമുണ്ട് കേട്ടോ. വീട്ടിനകത്തൊക്കെ നല്ല വറുത്തരച്ച് മീൻകറിയുടെ നല്ല മണമുണ്ട്. അപ്പോൾ എനിക്ക് വാഴയിലൊക്കെ എടുക്കാനായിട്ട് ഒരു കൊതി. അപ്പം ഞാൻ അപ്പുറത്തെ പറമ്പിൽ പോയിട്ട് ഒരു വാഴയില എടുത്തിട്ട് വന്നായിരുന്നു. ആ ലോട്ട് ഞാൻ എടുത്ത് വെച്ച് കപ്പയൊക്കെ എടുത്ത് വെച്ചു. എന്നിട്ട് മീൻകറിയും കൂടി ചൂട് മീൻകറിയായിരുന്നു കേട്ടോ. നല്ല മണമുള്ള മീൻകറിയായിരുന്നു. ഞാൻ അതിലോട്ട് ഒഴിച്ച് കഴിക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെയൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെറിയ ചെറിയ കാര്യങ്ങളായാലും നമുക്ക് ചെയ്തു പോകുമ്പോഴേക്കും ഒരു സന്തോഷം. അതാണ് ഞാനും ചെയ്യുന്നത്.